നല്ല അടിപൊളി ഒരു ബീഫ് റെസിപ്പി അങ്ങ് കണ്ടാലോ. ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് നമ്മൾ ബീഫൊക്കെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചെറിയുള്ളി നന്നാക്കിയത്, 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 സ്പൂൺ ഗാർലിക് പേസ്റ്റും, അതുപോലെ 4 പച്ചമുളക്, 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ കുറച്ച് കറിവേപ്പിലയും, ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഒരു വിസിൽ അടിച്ചതിന് ശേഷം 15 മിനിറ്റ് വരെ, മാക്സിമം 15 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചും 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിലേക്ക് നമുക്ക് 1 കപ്പ് സവാള, എന്ന് വെച്ചാൽ ഒരു സവാള നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് 1 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. നന്നായിട്ട് വഴന്ന് വന്നാൽ നമ്മുടെ സവാളയിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ള വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 പൊടികളോടും ചേർക്കാൻ, പെരുംജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂണോളം, അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത് 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി വെളിച്ചെണ്ണ തെളിഞ്ഞു വന്ന പാകമായി കഴിയുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.